രാജ്യത്ത് വീണ്ടും നരേന്ദ്രജാലം. ·2014 അപ്രസക്തമാക്കുന്ന തരത്തിലുള്ള BJP തരംഗമാണ് ഈ ജനവിധിയിൽ രാജ്യം കണ്ടത്. 542 ലോക്സഭാ സീറ്റുകളിൽ 345 ഇടങ്ങളിലും വിജയമുറപ്പിച്ച NDA അധികാരത്തിൽ തുടരും. 300-ലേറെ സീറ്റുകളിൽ മേധാവിത്വം നേടിയ BJP ഒറ്റയ്ക്ക് അധികാരത്തിലേറാനുള്ള ഭൂരിപക്ഷം സ്വന്തമാക്കിയിട്ടുണ്ട്. 3 അക്കം പോലും കടക്കാൻ കഴിയാത്ത കോൺഗ്രസിന് കേരളത്തിലെയും പഞ്ചാബിലെയും ഫലങ്ങൾ മാത്രമാണ് ആശ്വാസമായത്. ഹിന്ദി ഹൃദയഭൂമിയിലും കിഴക്കൻ മേഖലയിലും മഹാരാഷ്ട്ര, കർണാടക സംസ്ഥാനങ്ങളിലും ഉണ്ടായ വൻ നേട്ടമാണ് ആധികാരിക വിജയം NDAക്ക് സമ്മാനിച്ചത്. രണ്ടാം വട്ടവും മോദി തന്നെ. സംശയങ്ങൾക്ക് അവസരം നൽകാത്ത വ്യക്തമായ ജനവിധിയാണ് ഇന്ന് പുറത്തു വന്നത്. രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും സാന്നിധ്യമറിയിച്ച BJPയും NDAയും ലോക്സഭയിലെ ട്രഷറി ബെഞ്ചിൽ 2021 വരെ സ്ഥാനമുറപ്പിച്ചു. നിലനിന്നിരുന്ന അഭ്യൂഹങ്ങൾക്കുപരി ആദ്യം മുതലേ വ്യക്തമായ മേധാവിത്വമാണ് വോട്ടെണ്ണലിൽ BJP പക്ഷത്തിന് ലഭിച്ചത്. ഉത്തർപ്രദേശിൽ മഹാഗഡ്ബന്ധന് പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാക്കാനായില്ല. ഹിന്ദി ഹൃദയഭൂമിയിൽ വിജയമാഘോഷിക്കാൻ തയ്യാറെടുത്ത കോൺഗ്രസിനും തിരിച്ചടിയാണ് ജനവിധി സമ്മാനിച്ചത്. ഉത്തർപ്രദേശിൽ ഭൂരിപക്ഷം സീറ്റുകൾ നിലനിർത്താനായ BJPക്ക് രാജസ്ഥാനും മധ്യപ്രദേശും ഗുജറാത്തും സമ്പൂർണ്ണ മേധാവിത്വം സമ്മാനിച്ചു. കിഴക്കൻ മേഖലകളിൽ ഉണ്ടാക്കിയ നേട്ടമാണ് BJP വിജയത്തിലെ തിളക്കമാർന്ന വസ്തുത. പശ്ചിമ ബംഗാളിലും ഒഡീഷയിലും 3 വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ച പാർട്ടി 10 മടങ്ങോളം സീറ്റുകളും 2014 സ്വന്തമാക്കി. മഹാരാഷ്ട്ര, ബീഹാർ, കർണാടക സംസ്ഥാനങ്ങളിൽ BJP ഉണ്ടാക്കിയ നേട്ടം കോൺഗ്രസിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ തകർത്തു. ദക്ഷിണേന്ത്യയിൽ കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും നേട്ടം പ്രതീക്ഷിച്ചതുപോലെ ഉണ്ടാക്കാനാകാത്തത് ഈ മേഖലകളിൽ BJPക്ക് തിരിച്ചടിയായി. സൂക്ഷ്മമായി പരിശോധിച്ചാൽ തികച്ചും ആധികാരികവും അതിലുപരി കൃത്യമായ രാഷ്ട്രീയ മുന്നേറ്റം വ്യക്തമാക്കുന്നതുമാണ് BJPയുടെ വിജയം. എല്ലാ പ്രതികൂല കടമ്പകളും കടന്ന് ഈ നേട്ടമുണ്ടാക്കാനായത് നരേന്ദ്രമോദിയും അമിത്ഷയും പയറ്റിയ തന്ത്രങ്ങളുടെ പിൻബലത്തിലാണ്. പൂർണ്ണമായും ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രപതിയെയും ലോക്സഭാ സെക്രട്ടേറിയറ്റിനെയും 17ാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പൂർത്തിയായതായി അറിയിക്കും. രാജ്യത്തിന്റെ ഭരണഭാഗതയെ നിർണ്ണയിക്കാൻ ഇവിടെ ആരെത്തും? മാസങ്ങളോളം രാജ്യം കാത്തിരുന്ന ചോദ്യത്തിനാണ് ഇന്ന് ഉത്തരമായിരിക്കുന്നത്. ഇനിയുള്ളത് സർക്കാർ രൂപീകരണ നീക്കങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സമാപന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. ഡൽഹിയിൽ നിന്നും ക്യാമറമാൻ രാഹുൽ മുരളിക്കൊപ്പം R. രാധാകൃഷ്ണൻ, 24. മോദി തരംഗമാണ് ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് ആഞ്ഞടിച്ചത്. നരേന്ദ്രമോദി ഈ ഞായറാഴ്ച വീണ്ടും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ഏറ്റവും ഒടുവിലത്തെ ഫലമനുസരിച്ച് 350 സീറ്റുകളിലാണ് NDAയുടെ മുൻതൂക്കം. മറ്റുള്ളവർ, പ്രത്യേകിച്ച് കോൺഗ്രസ് കഴിഞ്ഞ തവണ നേടിയത് 60 സീറ്റുകളായിരുന്നു 2014. ഇന്ന് കോൺഗ്രസിന്റെ നില അല്ലെങ്കിൽ UPയുടെ നില 85 സീറ്റുകളിലാണ്. 107 സീറ്റുകളിൽ മറ്റുള്ളവർ ലീഡ് ചെയ്യുന്നതാണ് ഏറ്റവും പുതിയ വിവരം. BJP ആസ്ഥാനത്ത് ഡൽഹിയിൽ ആഘോഷ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു. വൻ വിജയമാണ് BJPക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ആഘോഷ പരിപാടികൾ, തത്സമയ ദൃശ്യങ്ങൾ, ദില്ലിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. BJP ആസ്ഥാനത്തേക്ക് പ്രധാനമന്ത്രി NDA നരേന്ദ്രമോദി അദ്ദേഹം വരികയാണ്. അദ്ദേഹം പാർട്ടി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം BJP ആസ്ഥാനത്തേക്ക് വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഈ തത്സമയ ദൃശ്യങ്ങൾ കാണാം ഡൽഹിയിൽ നിന്ന്. ഈ നിമിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യം ഇതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJPയുടെ വൻ വിജയത്തിൽ അദ്ദേഹം പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. അദ്ദേഹം BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷാ അദ്ദേഹത്തിന് ഹസ്തദാനം നൽകി അദ്ദേഹത്തെ BJP ആസ്ഥാനത്തേക്ക് സ്വീകരിക്കുകയാണ്. അദ്ദേഹത്തെ BJP ആസ്ഥാനത്തേക്ക് സ്വീകരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണാം തത്സമയം. ആഘോഷങ്ങളുടെ ദിവസമാണ്, ആഹ്ലാദങ്ങളുടെ ദിവസമാണ്, വൻ വിജയത്തിന്റെ ദിവസമാണ്. BJPയെ സംബന്ധിച്ച് കേവലം ഒരു ഭൂരിപക്ഷത്തിലല്ല, BJP ഒറ്റയ്ക്ക് തന്നെ കേവല ഭൂരിപക്ഷം നേടുകയും അതിനപ്പുറം വലിയ വിജയം കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ടാണ് രാജ്യത്തെ അധികാര തുടർച്ചയ്ക്ക് NDAക്ക് അവസരം കിട്ടിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം വിജയചിഹ്നം കാണിച്ചുകൊണ്ടാണ് BJPയുടെ ആസ്ഥാനത്തേക്ക് കയറി വരുന്നത്. അദ്ദേഹത്തിന് പുഷ്പാർച്ചന നടത്തുകയാണ് പ്രവർത്തകർക്ക് നടുവിലൂടെ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ വിജയചിഹ്നം കാണിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷായ്ക്കൊപ്പം BJP ആസ്ഥാനത്തേക്ക് കടന്നു വരുന്നത്. ഇത് BJPയുടെ ദിനമാണ്. ഇത് അമിത് ഷായുടെയും നരേന്ദ്രമോദിയുടെയും ദിനമാണ്.
രാധാകൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധി ഡൽഹിയിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായുണ്ട്. രാധാകൃഷ്ണൻ, വലിയ വിജയം നേടിയെടുത്തിരിക്കുന്നു. രാജ്യത്ത് BJPയും BJP നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യവും. അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും അവകാശപ്പെട്ടതാണ്. അവർ BJP ആസ്ഥാനത്തേക്ക് കടന്നു വരികയാണ്. ഇരു കൈകളിലും വിജയ ചിഹ്നം കാണിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി BJP ആസ്ഥാനത്തേക്ക് കടന്നു വരുന്നത്. പുതിയ വിവരങ്ങൾ എന്തൊക്കെ രാധാകൃഷ്ണൻ? തീർച്ചയായിട്ടും ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെ 2014 താരതമ്യപ്പെടുത്തുമ്പോൾ വലിയ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ തരണം ചെയ്തുകൊണ്ടുള്ള ഒരു വിജയമാണ് BJP കരസ്ഥമാക്കിയിരിക്കുന്നത്. BJP നേടിയ വിജയം എന്നതിലുപരി പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി നേടിയ വിജയമായി വേണം ഇതിനെ വ്യാഖ്യാനിക്കാൻ. രാഷ്ട്രീയ നിരീക്ഷകർ ആ ഒരു നിരീക്ഷണമാണ് നടത്തുന്നത്. അമിത്ഷായുടെ തന്ത്രങ്ങൾ വലിയ രീതിയിൽ ഫലം കണ്ടു എന്ന് സൂചിപ്പിക്കുന്ന ഒരു വിജയം കൂടിയാണ് BJP ഇന്ന് നേടിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ 2014 നരേന്ദ്രമോദി എന്ന സ്ഥാനാർത്ഥിക്ക് വലിയ അനുകൂല ഘടകങ്ങൾ, അത് UPA സർക്കാരിൻ്റെ 10 വർഷത്തെ ഭരണത്തിന് എതിരായിട്ടുള്ള വികാരങ്ങൾ അടക്കമുള്ള ഘടകങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം തരണം ചെയ്താണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നത്. പക്ഷേ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ട BJPക്കോ നരേന്ദ്രമോദിക്കോ വലിയ കടമ്പകളായിരുന്നു മുന്നിൽ ഉണ്ടായിരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് രാജ്യത്തെ തൊഴിലില്ലായ്മ, പല മേഖലകളിലുമുള്ള വികസന പ്രതിസന്ധികൾ, ഒപ്പം തന്നെ റഫാൽ വിഷയത്തിൽ ഉയർന്ന അഴിമതി ആരോപണം, ഇതെല്ലാം ഇവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. ഈ കടമ്പകളെല്ലാം തന്ത്രങ്ങൾ ഉപയോഗിച്ച് കടന്ന് തെരഞ്ഞെടുപ്പിൽ പല സംസ്ഥാനങ്ങളിലും പ്രതിബന്ധമായി നിലനിന്നിരുന്ന എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ടാണ് ഈ കൂട്ടുകെട്ട് പാർട്ടിയെ വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിമത സ്വരങ്ങൾ ഉയർന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇതിനെയെല്ലാം അപ്രസക്തമാക്കുകയാണ് BJPയിൽ നരേന്ദ്രമോദിയും അമിത്ഷാ കൂട്ടുകെട്ടും. പാർട്ടി എന്നതിലുപരി പാർട്ടിക്ക് മുകളിലുള്ള നേതാവായി നരേന്ദ്രമോദിയും പാർട്ടി തന്ത്രങ്ങളിൽ ഏകപക്ഷീയമായിട്ടുള്ള അഭിപ്രായം കൈക്കൊള്ളാൻ സാധിക്കുന്ന നേതാവായി അമിത്ഷായും മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നേടിയ വിജയത്തിന്റെ ബാക്കി പത്രമായി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ലഭിക്കുന്നത്. ഇതിന് അനുബന്ധമായിട്ട് BJPയെ സംബന്ധിച്ച് അവർക്ക് സർക്കാർ രൂപീകരിക്കാൻ 2ാം ഘട്ടത്തിലും അവസരം ലഭിച്ചിരിക്കുന്നു. സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് അല്പസമയത്തിനുള്ളിൽ കടക്കുകയാണ്. പാർലമെന്ററി ബോർഡാണ് ഇന്ന് ചേരുന്നത്. പാർലമെന്ററി ബോർഡ് ചേർന്ന് ഇന്ന് ഉണ്ടായിട്ടുള്ള വിജയത്തിന് അഭിനന്ദനം നരേന്ദ്രമോദിക്ക് നൽകിക്കൊണ്ടുള്ള ഒരു പ്രമേയം പാസ്സാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് അനുബന്ധമായി ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ട MPമാരോട് എല്ലാവരോടും നാളെയും മറ്റന്നാളുമായി ഡൽഹിയിലേക്ക് എത്തിച്ചേരാനായി തീരുമാനിച്ചിരിക്കുന്നു. പാർലമെന്ററി ബോർഡ് പാർലമെന്ററി പാർട്ടി യോഗം ചേരാനായുള്ള തീരുമാനം കൈക്കൊള്ളും. ഇതനുസരിച്ച് പാർലമെന്റ് ഹാളിൽ ഒരുപക്ഷെ ശനിയാഴ്ച തന്നെ പാർലമെന്ററി പാർട്ടി യോഗം ചേരും. നേതാവായി നരേന്ദ്രമോദിയെ തിരഞ്ഞെടുക്കും. നരേന്ദ്രമോദി ശനിയാഴ്ച തന്നെ തൻ്റെ 2ാം സർക്കാരിന് അധികാരം ഏൽക്കാനുള്ള അവസരമൊരുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് രാഷ്ട്രപതിയെ സമീപിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞായറാഴ്ച തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്ന് കരുതുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ വട്ടം 2014 സത്യപ്രതിജ്ഞയുടെ ഘട്ടത്തിൽ ഏഷ്യൻ രാജ്യങ്ങളുടെ എല്ലാ രാജ്യ തലവന്മാരെയും വിളിച്ചു ചേർത്ത് നരേന്ദ്രമോദി ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് വിദേശ നയത്തിൻ്റെ കാര്യത്തിൽ ഒരു വലിയ സമീപനം സ്വീകരിച്ചിരുന്നു. സമാനമായിട്ടുള്ള ചില പദ്ധതികളുമായി അദ്ദേഹം മുന്നോട്ട് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല സർക്കാരിന്റെ 100 ദിന പരിപാടികൾ തയ്യാറാക്കാനും അദ്ദേഹം മന്ത്രാലയങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ആരൊക്കെയാകും മന്ത്രിസഭയിലേക്ക് വരാം. ഇപ്പോൾ കാണുന്ന തത്സമയ ദൃശ്യങ്ങൾ ഡൽഹിയിൽ നിന്നുള്ളതാണ്. BJP ആസ്ഥാനത്ത് നിന്നാണ്. അത്യാഹ്ലാദത്തിലാണ് BJP പ്രവർത്തകർ. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുക. ഞായറാഴ്ചയാണ്. BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വേദിയിലേക്ക് എത്തുന്നു. ഹർഷാരവത്തോടുകൂടി BJP പ്രവർത്തകർ സ്വാഗതം ചെയ്യുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായെയും. വൻ വിജയം. മുകളിൽ രാജ്നാഥ് സിംഗ് ഉണ്ട്. മുകളിൽ BJP ദേശീയ അധ്യക്ഷനും പ്രധാനമന്ത്രിയും അല്പസമയത്തിനകം വേദിയിലേക്ക് എത്തും. തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. രാജ്നാഥ് സിംഗ്, സുഷമ സ്വരാജ്, BJP നേതാക്കൾ കൈവീശി അഭിവാദ്യം ചെയ്യുകയാണ് പ്രവർത്തകർ. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഡൽഹിയിൽ നിന്നും നമ്മൾ കാണുന്നത്. BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായും പ്രധാനമന്ത്രിയും
സ്ഥലത്തെത്തിയിട്ടുണ്ട്. വേദിയിലേക്ക് അവർ എത്താൻ പോവുകയാണ്. വൻ വിജയമാണ് രാജ്യത്ത് BJP നേടിയെടുത്തിരിക്കുന്നത്, NDA നേടിയെടുത്തിരിക്കുന്നത്. മോദി തരംഗം, മോദി പ്രഭാവം ഈ തെരഞ്ഞെടുപ്പിലും അലയൊലികൾ തീർത്തിരിക്കുന്നു. അതിന്റെ ഭാഗമായി വിജയരഥത്തിലാണ് ഇപ്പോൾ BJP നേതാക്കൾ. TM ഹർഷൻ നമ്മളോടൊപ്പമുണ്ട്. അതോടൊപ്പം തന്നെ S വിജയകുമാർ ന്യൂസ് ഡെസ്കിൽ നിന്നുമുണ്ട്. ഹർഷൻ, ഇത്ര വലിയ വിജയം നേരത്തെ പ്രവചനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും BJP ക്യാമ്പിനെ പോലും അത്ഭുതപ്പെടുത്തുന്ന വിജയം, ഇത് എത്രമാത്രം പ്രസക്തമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, എത്രമാത്രം പ്രസക്തമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ? പ്രത്യേകിച്ച് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് അവർ ഒരു പുനരാലോചനയിലേക്ക് പോകേണ്ട. ഇപ്പോൾ വലിയ റിയാക്ഷൻസ് വരുന്നത് മറ്റൊരു പ്രതിപക്ഷ ബദൽ ഉയർന്നു വരേണ്ടുന്ന സാഹചര്യം കൂടി പറയുന്നു എന്നാണ്. പക്ഷേ ഇത് BJP ക്യാമ്പിനെ സംബന്ധിച്ച് ആഹ്ലാദത്തിന്റെ നിമിഷങ്ങളാണ്. രാജ്യത്ത് വീണ്ടും NDAയുടെ ഭരണ തുടർച്ചയുണ്ടാകുന്നു. ഹർഷൻ, എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ നമ്മൾ കാണേണ്ടത്? തീർച്ചയായും ഇത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഫലം എന്ന് നമുക്ക് ഒറ്റയടിക്ക് അങ്ങനെ പറഞ്ഞു പോകാൻ കഴിയില്ല ഗോപി. കാരണം നമ്മൾ എന്ത് വിലയിരുത്തൽ നടത്തിയാലും ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ, ഒപ്പം മികച്ച സെഫോളജിസ്റ്റുകളുടെ നിരീക്ഷണങ്ങൾ, ഇതെല്ലാം ഇത്രയും വലിയൊരു വിജയം തന്നെ BJPക്ക് പ്രവചിച്ചിരുന്നതാണ്. ആ പ്രവചനം യാഥാർത്ഥ്യമായതിൻ്റെ അത്ഭുതമാണ് സത്യത്തിൽ ഇപ്പോൾ നമുക്ക് പ്രകടിപ്പിക്കാനുള്ളത്. ഇങ്ങോട്ട് നോക്കൂ, 302 സീറ്റുകളിലാണ് ഇപ്പോൾ BJP വിജയിച്ചു നിൽക്കുന്നത്. അതായത് തനിച്ച് 302 സീറ്റുകളിൽ കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ 20 സീറ്റുകളാണ് അധികം നേടിയിരിക്കുന്നത്. കോൺഗ്രസിന് ആകെ 6 സീറ്റുകളാണ് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിന് 11 സീറ്റ് നഷ്ടമായിരിക്കുന്നു കഴിഞ്ഞ തവണത്തേതിനേക്കാൾ. ഈ സീറ്റ് നിലയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കക്ഷികളുടെ കണക്കാണ് ഞാനീ പറയുന്നത്. YSR കോൺഗ്രസിന് 13 സീറ്റുകളാണ് അധികം ചേർക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. DMKയ്ക്ക് അധികം ചേർക്കാൻ കഴിഞ്ഞിരിക്കുന്നത് 22 സീറ്റുകൾ. അതേസമയം ജനതാദൾ യുണൈറ്റഡിന് 15 സീറ്റുകൾ ഈ കുറി നേടാൻ കഴിഞ്ഞിരിക്കുന്നു. 13 സീറ്റുകൾ അധികം ചേർക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അത് BJPയുമായുള്ള സഖ്യത്തിലൂടെയാണ് അത് സാധ്യമായത്. അങ്ങനെ 347 സീറ്റുകൾ BJP സഖ്യത്തിന്, NDAയ്ക്ക് മാത്രം നേടാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വരുമ്പോൾ UPIക്ക് 88 സീറ്റുകൾ മാത്രമേ നേടാൻ കഴിയുന്നുള്ളൂ. ഗോപി, നമ്മൾ ഈ കാലത്ത് മുഴുവൻ, അതായത് ഇപ്പോൾ നമ്മൾ പ്രതിപക്ഷത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നോക്കിയാൽ പ്രതിപക്ഷം മുന്നോട്ട് വച്ച വിഷയങ്ങൾ ഒന്നും തന്നെ രാജ്യം ചർച്ച ചെയ്തില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ഇവിടെ നോട്ട് നിരോധനത്തെക്കുറിച്ച് പറഞ്ഞു, കർഷകരുടെ ആത്മഹത്യകളെക്കുറിച്ചും കർഷകരുടെ പ്രതിസന്ധികളെക്കുറിച്ചും പറഞ്ഞു, അതുപോലെ ഇന്ധനവില വർധനയെക്കുറിച്ച് പറഞ്ഞു, GSTയെക്കുറിച്ച് പറഞ്ഞു, ഇതൊക്കെ, അതുപോലെ റഫേൽ ഡീലിനെ കുറിച്ച് പറഞ്ഞു. ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ പക്ഷേ ജനം ചർച്ച ചെയ്തത് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ജനത്തിൻ്റെ പൾസ് ഇരുന്നത് അവിടെയല്ല, പകരം നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച വിഷയങ്ങളിലേക്ക്. അത് മോദി വേവ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നതിന് കാരണം ഇത്ര വലിയ വിജയം നേടിയിരിക്കുന്നു. അതുമാത്രമല്ല, അതായത് 45% മുകളിലേക്ക് വോട്ട് ഷെയർ മാറിയിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അതൊരു മോദി വേവായി നമുക്ക് കണക്കാക്കാൻ കഴിയും. അതുമാത്രമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ, അതായത് 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 3 സംസ്ഥാനങ്ങളിൽ തിരിച്ചുവരവ് നടത്തിയതാണ് കോൺഗ്രസ്. ആ പ്രദേശങ്ങളിലും നരേന്ദ്രമോദി തരംഗത്തിൽ BJPക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ, അതുപോലെ BJP അല്ല, പൊതുവെ രാജ്യം പ്രതീക്ഷിക്കാത്ത ചില സ്ഥലങ്ങളിൽ കൂടി, അതായത് പശ്ചിമ ബംഗാളിൽ 19 സീറ്റ് നേടാൻ കഴിഞ്ഞിരിക്കുന്നു BJPക്ക് എന്നത് ഞെട്ടിക്കുന്ന ഒരു വിവരമാണ്. വലിയ കടന്നുകയറ്റം അവിടേക്ക് BJP നടത്തിയിരിക്കുന്നു. ഒഡീഷയിൽ 8 സീറ്റുകൾ നേടാൻ കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തെലങ്കാനയിൽ 4 സീറ്റുകൾ നേടാൻ കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ BJP ഇതുവരെ കടന്നു കയറാത്ത പ്രദേശങ്ങളാണ്. അവിടേക്ക് കൂടി കടന്നു കയറി കൂടുതൽ സീറ്റുകൾ നേടാൻ BJPക്ക് കഴിഞ്ഞിരിക്കുന്നു എന്ന വാസ്തവമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ BJPയുടെ തന്ത്രങ്ങളായിരുന്നു ശരി. BJPയുടെ, അതായത് ജനാധിപത്യത്തിൽ, തെരഞ്ഞെടുപ്പിൽ അവർ മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങളായിരുന്നു ജനം ചർച്ച ചെയ്തത്. ആ മട്ടിലാണ് ജനം ഈ തെരഞ്ഞെടുപ്പിലേക്കും പോയത്. പോകട്ടെ വിജയകുമാർ, ഇന്നത്തെ ദിവസം വോട്ടെണ്ണലിന് തൊട്ട് മുൻപാണ് ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് ഫ്രണ്ട് UPAക്ക് പകരം ഒരു മതേതര ജനാധിപത്യ മുന്നണി രൂപീകരിക്കാനുള്ള തീരുമാനം ഉണ്ടായത്. BSPയും SPയും തൃണമൂൽ കോൺഗ്രസും അടക്കമുള്ള 6 പുതിയ പാർട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് UPA വിപുലീകരിക്കുകയും തൂക്കസഭയ്ക്കുള്ള സാധ്യതകളുണ്ടെങ്കിൽ അത് പരമാവധി മുതലെടുക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ പദ്ധതിയിടുകയും ചെയ്തിരുന്നു പ്രതിപക്ഷം. എവിടെയാണ് പ്രതിപക്ഷ ഐക്യനിരയുടെ നീക്കങ്ങൾ പിഴച്ചുപോയത്? ഇത്ര വലിയ ഒരു കൊടുങ്കാറ്റ് പോലെ വന്ന വിജയം അപ്രതീക്ഷിതമായിരുന്നു അവർക്ക്.
ഗോപി, നോക്കൂ, പ്രതിപക്ഷ ഐക്യം എവിടെയെങ്കിലും ഫലം കണ്ടു എന്ന് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലെ ഫലം ആകെ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയില്ല. ഒരുപക്ഷെ തമിഴ്നാട്ടിൽ DMK ഉണ്ടാക്കിയ ഒരു മുന്നേറ്റം എന്നത് ഒഴിച്ചാൽ വേറൊരിടത്തും പ്രതിപക്ഷത്തിന് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. തമിഴ്നാട്ടിലെ മുന്നേറ്റം തന്നെ DMKയുടെ അക്കൗണ്ടിൽ പെടുത്താവുന്നതാണ്. അതിൽ കോൺഗ്രസിന് എന്തെങ്കിലും തരത്തിലുള്ള റോൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. അത് സ്റ്റാലിൻ അതിൻ്റെ ആ വിജയത്തിൽ രാഹുൽ ഗാന്ധിയെ കൂടി പങ്കാളിയാക്കിയത് ഒരുപക്ഷെ DMK എന്ന പാർട്ടിയുടെയും സ്റ്റാലിൻ എന്ന നേതാവിൻ്റെയും ഒരു ഔദാര്യം എന്ന നിലയിൽ മാത്രം നമ്മൾ കണ്ടാൽ മതി. അതിനപ്പുറത്തേക്ക് കോൺഗ്രസിന് അതിൽ എന്തെങ്കിലും റോൾ ഉണ്ടെന്ന് കരുതാൻ കഴിയില്ല. മറ്റൊരു തരത്തിലും രാജ്യത്ത് എവിടെയെങ്കിലും കോൺഗ്രസിന് നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കേരളത്തിൽ മാത്രമാണ്. പഞ്ചാബിൽ കോൺഗ്രസിന് അതിൻ്റെ ഒരു കോട്ട വലിയ തോതിൽ ഇടിയാതെ കാക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട്. അതിനപ്പുറത്തേക്ക് പ്രതിപക്ഷ നിരയ്ക്ക് കാര്യമായൊന്നും ചെയ്യാൻ കഴിയില്ല. ഉത്തർപ്രദേശിലാണ് ഏറ്റവും വലിയ അത്ഭുതം. അതായത് മഹാഗഡ്ബന്ധൻ SP-BSP സഖ്യത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന് ആദ്യം കരുതിയ ഉത്തർപ്രദേശിൽ BJP നടത്തിയത് വലിയ മുന്നേറ്റം തന്നെയാണ്. BJP അവിടെ അതിൻ്റെ സീറ്റ് നിലയിൽ കുറവുണ്ടാക്കി. 10-12 സീറ്റ് അവിടെ കുറഞ്ഞെങ്കിലും BJP തകർന്നടിയുമെന്ന് പറഞ്ഞെടുത്തതെന്നുമാണ് BJPയുടെ തെരഞ്ഞെടുപ്പ് മാനേജർമാർ BJP അവിടെ കരകയറ്റിക്കൊണ്ട് വരികയും ആ നഷ്ടം 10 സീറ്റിലേക്ക് ചുരുക്കുകയും ചെയ്തത്. മഹാഗഡ്ബന്ധന് എങ്ങനെ തകർന്നു എന്നതിന് ഉത്തരം പ്രണവ് റോയി ഉത്തർപ്രദേശിൽ പോയതിനു ശേഷം ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ കോൺഗ്രസ് ആണ് മഹാഗഡ്ബന്ധനെ തകർത്തത്. പ്രിയങ്ക ഗാന്ധിയാണ് അവിടെ മഹാഗഡ്ബന്ധനെ തകർത്തിയത്. പ്രിയങ്ക ഗാന്ധിയുടെ അവിടെ കേന്ദ്രീകരിച്ച് നടത്തിയ പ്രവർത്തനം ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിച്ചു. അത് BJPക്ക് ഒരു തരത്തിൽ ഗുണം ചെയ്തു എന്നതാണ് അക്കാര്യത്തിലുള്ള വിലയിരുത്തൽ. നമുക്ക് ആ നിലയിൽ പരിശോധിച്ചാൽ ബീഹാറിൽ എന്താണ് സംഭവിച്ചത്? ബീഹാറിൽ കോൺഗ്രസ് തൂത്തെറിയപ്പെട്ടു. RJDക്ക് 2 സീറ്റ് മാത്രമാണുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നടത്തിയ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും കോൺഗ്രസിന് നിലം തൊടാൻ സമ്മതിച്ചില്ല BJP. ഗുണയിൽ ജ്യോതിരാദിത്യ സിന്ധ്യ പരാജയപ്പെട്ടു മധ്യപ്രദേശിൽ. ചിന്ദ്വാരയിൽ മാത്രം കമൽനാഥിന്റെ മകൻ ജയിച്ചു. നോക്കൂ, ഗുണയൊക്കെ കോൺഗ്രസിന്റെ കോട്ടയാണ്, പൊന്നാപുരം കോട്ടയാണ്. അവിടെയൊക്കെ BJP തകർത്തു എറിഞ്ഞു എന്ന് പറയുമ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിൽ ആ പാർട്ടി നടത്തിയ മുന്നേറ്റത്തിൻ്റെ ആഘാതം എത്രത്തോളം കോൺഗ്രസിനുണ്ടായി എന്ന് കാണാൻ കഴിയും. ഗുജറാത്തിൽ അമിത്ഷാ മത്സരിച്ചതോടെ ഗുജറാത്തിലെ രാഷ്ട്രീയ സാഹചര്യം ആകെ മാറി. ഏതാണ്ട് 5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അമിത്ഷാ ഗാന്ധിനഗറിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് തന്നെയല്ല, ഗുജറാത്തിലെ മുഴുവൻ സീറ്റിലും BJP ലീഡ് ചെയ്യുകയാണ്. അങ്ങനെ ഏതാണ്ട് 305 സീറ്റിലേക്ക് BJP ഒറ്റയ്ക്ക് അതിന് ടാലി ഉയർത്തിക്കൊണ്ട് വരുന്നു. 355ഓളം സീറ്റുകളിൽ NDA വിജയിക്കുന്ന ഒരു സാഹചര്യം. വിജയകുമാർ, ഞാൻ വരാം. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ BJP ആസ്ഥാനത്തേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അമിത്ഷാ BJPയുടെ ദേശീയ അധ്യക്ഷൻ അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിച്ച് BJP ആസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. അദ്ദേഹത്തെ സ്വീകരിച്ചു കൊണ്ടുവരുന്നതിന് ദൃശ്യങ്ങൾ കാണാം. പ്രധാനമന്ത്രി വിജയചിഹ്നം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് പ്രവർത്തകരോട് പ്രതികരിച്ചത്. വലിയ വിജയം നേടി അദ്ദേഹം പാർട്ടി ആസ്ഥാനത്തേക്ക് വരുന്നു. പാർട്ടി ആസ്ഥാനത്തുള്ള തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാം. രാധാകൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് പുതിയ വിവരങ്ങൾ നൽകാൻ. രാധാകൃഷ്ണൻ, പാർട്ടി ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. വിജയചിഹ്നം കാണിച്ചുകൊണ്ട് പ്രവർത്തകരെ കൈവീശിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ആസ്ഥാന മന്ദിരത്തിലേക്ക് കടന്നത്. എന്തൊക്കെയാണ് ഇനി അവിടെ നടക്കാൻ പോകുന്നത്? ഗോപി, ഇന്ന് പാർലമെന്ററി ബോർഡ് ആണ് തീരുമാനിച്ചിരിക്കുന്നത്. പാർലമെന്ററി ബോർഡ് ചേർന്ന് ഈ ഫലത്തെ അവലോകനം ചെയ്യും. ഫലത്തെ എങ്ങനെ സ്വീകരിക്കണം, ഫലത്തോട് എങ്ങനെ പ്രതികരിക്കണം എന്നതായിരിക്കും പാർലമെന്ററി ബോർഡ് തീരുമാനം കൈക്കൊള്ളുക. ഫലം BJPയെ സംബന്ധിച്ച് അതിമധുരം ആയതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ ഫലത്തിൻ്റെ മൊത്തം അഭിനന്ദനം നൽകിക്കൊണ്ടുള്ള ഒരു പ്രമേയമായിരിക്കും ബോർഡ് പാസ്സാക്കുക. അതിനുശേഷം പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പാർലമെന്ററി സമിതി ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള തീയതി തീരുമാനിക്കും. തീയതി തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീയതിയിൽ യോഗം ചേർന്ന് നരേന്ദ്രമോദിയെ പാർലമെന്ററി പാർട്ടിയുടെ നേതാവായി തെരഞ്ഞെടുക്കും. അതിനുശേഷം അദ്ദേഹം രാഷ്ട്രപതിയെ കാണും. രാഷ്ട്രപതിയെ കണ്ട് പുതിയ സർക്കാരുള്ള അവകാശവാദം രൂപീകരിക്കും. ഇതാണ് ഇനി നടക്കാനുള്ള സാഹചര്യങ്ങൾ. ഇതിൽ BJPയുടെ പാർലമെന്ററി ബോർഡാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള യോഗം ഇന്ന് ചേരുക. BJPയെ സംബന്ധിച്ച് അവരുടെ ദേശീയ ആസ്ഥാനം പുതുതായി പണി കഴിച്ചതിന് ശേഷം, ശ്യാമപ്രസാദ് മുഖർജി മാർഗിൽ പുതുതായി പണി കഴിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ആദ്യ പൊതു തെരഞ്ഞെടുപ്പിലെ വിജയം കൂടിയാണ്. 2014 അശോക റോഡിലെ അവരുടെ ആസ്ഥാനത്തായിരുന്നു തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടായ ഘട്ടത്തിൽ. അതിൻ്റെ ഒരു പ്രാധാന്യം കൂടി BJPക്ക് ഇന്നുണ്ട്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്ന ദിവസം തന്നെ ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. അതിന് അനുബന്ധമായിട്ടുള്ള വലിയ കമാനങ്ങളും പന്തലുകളും ഒക്കെ ഉയർത്തിയിരുന്നു.
എത്തിയിരുന്നു. അടുത്ത കുറച്ച് ദിവസങ്ങളിലേക്ക് പ്രവർത്തകർക്ക് അവിടെ എത്താനും ആഹ്ലാദം പ്രകടിപ്പിക്കാനും ഉള്ള എല്ലാ അവസരങ്ങളുമാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിനനുബന്ധമായിട്ട് പ്രധാനമന്ത്രി ഒരുപക്ഷെ ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടി എത്തിച്ചേരും എന്നാണ് നേരത്തെ കരുതിയിരുന്നതെങ്കിൽ അദ്ദേഹത്തിന് മറ്റു ചില പരിപാടികളുണ്ടായിരുന്നു. നാളെ മന്ത്രിസഭാ യോഗം വിളിക്കുന്നതിൻ്റെ അവസാന മന്ത്രിസഭാ യോഗം ചേരുന്നതിൻ്റെ നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ BJP ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളിൽ സർക്കാർ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ ഇനി BJP പാർലമെന്ററി പാർട്ടി ബോർഡിന്റെ തീരുമാനമനുസരിച്ച് RSS നേതൃത്വത്തോട് സംസാരിക്കണം, മന്ത്രിമാരാരാണെന്ന് തീരുമാനിക്കണം, ഘടകകക്ഷികളുമായി ആശയവിനിമയം നടക്കണം. അതുകൊണ്ട് ഞായറാഴ്ചയാണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തീരുമാനിച്ചിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ വലിയ തിരക്കിട്ട നടപടികളിലേക്ക് ചർച്ചകളിലേക്ക് ഒക്കെ പോകേണ്ട ഒരു സാഹചര്യമാണ് ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്നത്. BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷാ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ പുഷ്പാർച്ചന നടത്തിയ ശേഷം ഇപ്പോൾ അകത്തേക്ക് വരികയാണ്. പ്രവർത്തകർ കാത്തു നിൽക്കുന്നുണ്ട്. BJPയുടെ ദേശീയ നേതാക്കൾ അവിടെ എത്തിയിട്ടുണ്ട്. വലിയ വിജയത്തിന്റെ ആരവത്തോടുകൂടി അതിന്റെ ആഹ്ലാദത്തോടു കൂടിയാണ് BJP ദേശീയ അധ്യക്ഷനൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJP ആസ്ഥാനത്ത് നിൽക്കുന്നത്. പ്രവർത്തകർ തടിച്ചുകൂടി നിൽക്കുന്നു. അവരെ അഭിസംബോധന ചെയ്യും. അല്പസമയത്തിനകം തന്നെ ഇന്ത്യയുടെ വീണ്ടും ഭരണ തുടർച്ച കിട്ടിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം വേദിയിലേക്ക് കടന്നു വരികയാണ്. ഹർഷാരവത്തോടു കൂടിയായിരിക്കും അദ്ദേഹത്തെ പ്രവർത്തകർ സ്വീകരിക്കുക. BJPയുടെ മുതിർന്ന നേതാക്കൾ രാജ്നാഥ് സിംഗ് അടക്കമുള്ളവർ, സുഷമ സ്വരാജ് അടക്കമുള്ളവർ വേദിയിൽ ഇരിക്കുന്നുണ്ട്. BJPയുടെ BJPയുടെ ദേശീയ അധ്യക്ഷൻ അമിത് ഷാ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ വേദിയിലേക്ക് കടന്നു വരുന്നു. ഹർഷാരവത്തോടുകൂടി അവരെ സ്വീകരിക്കാനായി പ്രവർത്തകർ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. പുതുതായി പണികഴിപ്പിച്ച BJPയുടെ ആസ്ഥാന മന്ദിരത്തിൽ ഇതാദ്യമായി ഒരു വിജയാഘോഷ പരിപാടികൾ നടക്കുന്നു. 2017 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മിന്നുന്ന വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷാ എന്നിവർ ഹർഷാരവത്തോടുകൂടി അവരെ പ്രവർത്തകർ സ്വീകരിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. BJP ദേശീയ ആസ്ഥാനത്ത്, ഡൽഹിയിലെ BJPയുടെ ദേശീയ ആസ്ഥാനത്ത് പടികളിറങ്ങി താഴേക്ക് വരികയാണ്, വേദിയിലേക്ക് വരികയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയുടെ ദേശീയ അധ്യക്ഷൻ അമിത് ഷായും. വൻ വിജയം സമ്മാനിച്ച ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും മിന്നുന്ന ജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ NDAക്ക് ഉണ്ടായിട്ടുള്ളത്. കൈകൂപ്പിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വേദിയിലേക്ക് വരുന്നു. അദ്ദേഹം മുതിർന്ന നേതാക്കൾക്കൊപ്പം വേദിയിലിരിക്കുകയാണ്. BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷാ, ഈ വിജയത്തിന്റെ സൂത്രധാരൻ, ചാണക്യ തന്ത്രങ്ങൾ മെനഞ്ഞ അമിത് ഷാ അദ്ദേഹത്തോടൊപ്പമുണ്ട്. BJP ദേശീയ അധ്യക്ഷൻ ഹർഷാരവത്തോടുകൂടി സ്വീകരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ. BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷാ എന്നിവരെ BJP പാർട്ടി ആസ്ഥാനത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്, ദില്ലിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എഴുന്നേറ്റ് നിന്ന് വിജയചിഹ്നം കാണിക്കുകയാണ് അദ്ദേഹം പാർട്ടി പ്രവർത്തകരോട്. ഹർഷാരവത്തോടുകൂടിയുള്ള സ്വീകരണമാണ്. അമിത് ഷാ അദ്ദേഹത്തിന് ബൊക്കെ നൽകിയിരിക്കുന്നു. ഡൽഹിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാം. കൂറ്റൻ ഹാരം അണിയിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്. മോദി തരംഗത്തിൽ ഇന്ത്യയിൽ വീണ്ടും അധികാരത്തിലെത്തുന്ന NDAയെ നയിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൂറ്റൻ ഹാരം അദ്ദേഹത്തെ അണിയിച്ചുകൊണ്ട് BJP പ്രവർത്തകരുടെ ഹർഷാരവങ്ങൾക്ക് നടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആദരിക്കുകയാണ് BJP ദേശീയ ആസ്ഥാനത്ത്. BJP ദേശീയ ആസ്ഥാനത്ത് അദ്ദേഹത്തെ ആദരിക്കുകയാണ്. BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷാ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുതിർന്ന നേതാക്കൾ എന്നിവർ വേദിയിലിരിക്കും. ചരിത്ര മുഹൂർത്തമാണ് ഒരിക്കൽ കൂടി BJPക്ക്. അമിത് ഷാ BJP ദേശീയ അധ്യക്ഷൻ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നു. मेरे साथ बोलिए, भारत माता की, भारत माता की, भारतीय जनता पार्टी। मंच पर उपस्थित विश्व के सबसे लोकप्रिय नेता
और हमारे प्रिय प्रधानमंत्री श्रद्धेय नरेंद्र भाई, जो आज की भारतीय जनता पार्टी के महाविजय के महानायक है, मैं सभी को कहना चाहूंगा कि जोरदार करतल ध्वनि से मोदी जी का हम सब स्वागत करें। मंच पर उपस्थित पार्लियामेंट्री बोर्ड के सभी सम्मानीय सदस्यगण और आज भाजपा मुख्यालय पे और देश भर में सब जगह एकत्रित आए हुए, हर कार्यालय पर एकत्रित आए हुए भारतीय जनता पार्टी के करोड़ों करोड़ों कार्यकर्ताओं और देश की जनता को मेरा प्रणाम। मित्रों, आज देश के अंदर आजादी के बाद सबसे ऐतिहासिक विजय श्री नरेंद्र मोदी जी के नेतृत्व में भारतीय जनता पार्टी को प्राप्त हुई है। ये हम सब के लिए गौरव की बात है। मित्रों, आज इस ऐतिहासिक विजय के लिए मैं सबसे पहले भारतीय जनता पार्टी की ओर से देश के 125 करोड़ की जनता का मनपूर्वक धन्यवाद करता हूं, अभिनंदन करता हूं। ये विजय जो है देश की जनता की विजय है। ये विजय जो है भारतीय जनता पार्टी के बूथ से लेकर हर स्तर पर काम करने वाले 11 करोड़ कार्यकर्ताओं के परिश्रम की विजय है। ये विजय है भारतीय जनता पार्टी की मोदी सरकार, जिसने 2014 से लेकर 2019 तक जिन नीतियों के आधार पर काम किया, सबका साथ सबका विकास की नीति की विजय है। और ये विजय है प्रधानमंत्री नरेंद्र मोदी जी की लोकप्रियता की विजय है। मित्रों, ये 5 साल के अंदर नरेंद्र मोदी सरकार ने देश के 28 करोड़ गरीब परिवारों को उनका जीवन स्तर उठाने के लिए सरकार के जरिए आजादी के 70 साल के बाद पहली बार सार्थक कदम उठाए। उनका आशीर्वाद, उनका जन समर्थन हमारे विजय का संबल बना है। करोड़ों कार्यकर्ताओं ने इतने लंबे चुनाव अभियान के अंदर जो परिश्रम की पराकाष्ठा की, वो हमारे विजय का कारण बना है। और मित्रों, मोदी जी ने जो अपनी प्रचंड लोकप्रियता के साथ एक तूफानी दौरा देश का किया, वो हमारी जीत का आधार बनकर एक प्रचंड विजय को हमें दिलाने में गए। मित्रों, कई मायने में ये जीत ऐतिहासिक जीत है। देश के अंदर 50 वर्ष के बाद पहली बार कोई पूर्ण बहुमत से शासन करने वाला प्रधानमंत्री फिर से पूर्ण बहुमत के साथ जनादेश लेकर फिर से प्रधानमंत्री बनने जा रहा है। और हम सबको गौरव है कि सम्मान हम सबके सर्वोच्च नेता, हम सबके प्रिय नेता, भारतीय जनता पार्टी के नेता श्री नरेंद्र मोदी जी को मिला है। मित्रों, दिल्ली की कार्यकारिणी में जब बात हुई कि एक गठबंधन बन रहा है, महागठबंधन बन रहा है, मैंने देश के कार्यकर्ताओं को कहा था कि 50% की लड़ाई लड़ने के लिए भाजपा के कार्यकर्ता रण मैदान में उतरे। और आज आपके अध्यक्ष के नाते मैं गौरव के साथ कह सकता हूं कि देश के 17 प्रांतों के अंदर
जनता ने 50% से ज्यादा आशीर्वाद भारतीय जनता पार्टी को दिया है। मित्रों, हमें अरुणाचल प्रदेश, चंडीगढ़, दिल्ली, गुजरात, हरियाणा, हिमाचल, कर्नाटक, मध्य प्रदेश, राजस्थान, उत्तराखंड, महाराष्ट्र, बिहार और उत्तर प्रदेश के अंदर भी 50% से ज्यादा वोट प्राप्त हुए। मित्रों, ये प्रचंड विजय जो जनता ने दिलाई है, एक और तो मोदी जी के नेतृत्व में भारतीय जनता पार्टी को जीता है, दूसरी ओर कांग्रेस पार्टी को करारी हार का मुंह देखना पड़ा है। करारी हार। देश भर के अंदर 17 यूनिट ऐसे हैं, 17 यूनिट ऐसे हैं जहां पर कांग्रेस पार्टी को बिग जीरो मिला है, बिग जीरो मिला है। मित्रों, ये 17 यूनिट है। मैं आपको जरूर बताना चाहूंगा, आंध्र प्रदेश, अरुणाचल, दिल्ली, गुजरात, हरियाणा, हिमाचल, जम्मू कश्मीर, मणिपुर, मिजोरम, ओडिशा, राजस्थान, सिक्किम, त्रिपुरा, उत्तराखंड, अंडमान निकोबार, चंडीगढ़, दादरा नगर हवेली, दीव दमन और लक्षद्वीप, ये सब जगह पे कांग्रेस अपना खाता नहीं खोल पाई। मित्रों, ये जीत ने एक और बात भी तय कर दी कि 50 साल से कांग्रेस और विपक्षी पार्टियां परिवारवाद, जातिवाद और तुष्टीकरण का वोट बैंक बनाकर आगे बढ़ते थे। तुष्टीकरण का वोट बैंक आगे बढ़े। मोदी जी की प्रचंड लोकप्रियता और भारतीय जनता पार्टी के कार्यकर्ताओं का अथक परिश्रम, इन्होंने देश के लोकतंत्र की बड़ी सेवा की है। देश में से जातिवाद, परिवारवाद और तुष्टीकरण को हमेशा के लिए दफन करने का काम ये जनादेश ने किया है। मित्रों, मैं उदाहरण देना चाहूंगा उत्तर प्रदेश का। उत्तर प्रदेश के अंदर सपा बसपा दोनों इकट्ठा हुए और सपा बसपा जब इकट्ठा हुए तब पूरे देश के मीडिया कर्मियों का कहना था, हमारे साक्षात्कार में भी पूछते थे कि उत्तर प्रदेश में क्या होगा। मगर मित्रों, उत्तर प्रदेश के अंदर भी सपा बसपा को हराकर 60 सीटें भारतीय जनता पार्टी जीती। ये प्रचंड विजय जो है, ये प्रचंड विजय दर्शाता है कि आने वाले दिनों के अंदर देश के अंदर ये परिवारवादी पार्टियों का कोई महत्व नहीं रहने वाला है। ये जातिवाद वाली पार्टियों का कोई महत्व नहीं रहने वाला है। और तुष्टीकरण करने वालों को भी देश की जनता ने बरोबर जड़बा तोड़, मुंह तोड़ जवाब देने का काम ये देश की जनता ने किया है। मित्रों, 2 दिन पहले एग्जिट पोल के रुझान आए। कुछ लोगों को रुझान हजम नहीं हुए और मैं आश्चर्यचकित हूं, 21 परिवारवादी पार्टियों ने पूरा दिल्ली सर पर उठा लिया था। घूम घूम कर एक दूसरे को मिलने जाता था, दूसरा तीसरे को, चौथा पांचवें को, छठा सातवें को। उनको लगता था कि ये एग्जिट पोल गलत पड़ने वाला है और ईवीएम के अंदर हम मतभेद खड़ा कर जनता में भ्रांति फैलाएंगे। मगर मित्रों, आज जब जनादेश आया तब एग्जिट पोल से भी आगे जनादेश ने भारतीय जनता पार्टी को जिताया। 21 परिवारवादी पार्टियां जो दिल्ली में घूम करती थी, मैं इनको इतना ही सलाह देना चाहता हूं और विशेषकर चंद्रबाबू नायडू को कि इतना परिश्रम अगर आपने वोट प्राप्त करने के लिए किया होता
तो आपका खाता शायद खुल जाता। मित्रों, आज इसके साथ साथ विधानसभा के भी चुनाव हुए हैं। आंध्र के अंदर श्री जगन रेड्डी के नेतृत्व में विजय प्राप्त हुई है। मैं भारतीय जनता पार्टी की ओर से श्री जगन रेड्डी को बहुत बहुत बधाई देता हूं, उनका अभिनंदन करता हूं। ओडिशा के अंदर भी श्री नवीन पटनायक जी को विजय प्राप्त हुई है। मैं भारतीय जनता पार्टी की ओर से श्री नवीन पटनायक को भी बहुत बहुत अभिनंदन देता हूं। सिक्किम के अंदर श्री पवन चामलिंग जी को और उनकी पार्टी को विजय प्राप्त हुई है। श्री पवन चामलिंग जी को भी बहुत बहुत बधाई देता हूं। और अरुणाचल के अंदर पहली बार भारतीय जनता पार्टी की पूर्ण बहुमत की सरकार बनी है। अरुणाचल के अध्यक्ष और हमारे युवा मुख्यमंत्री श्री पेमा खांडू जी को भी पूरे पार्लियामेंट्री बोर्ड की ओर से मैं हृदय से धन्यवाद और बधाई देना चाहता हूं। मित्रों, गोवा के अंदर 4 विधानसभा के चुनाव थे, उसमें 3 में भारतीय जनता पार्टी ने विजय प्राप्त की। बंगाल के अंदर 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 बोलो भारत माता की, भारत माता की। बंगाल के अंदर इतने अत्याचार और जुर्म और रेगिंग के बाद भी 18 सीटें भारतीय जनता पार्टी जीती और 5 लोकसभा 5 विधानसभा के चुनाव थे। 5 विधानसभा में से 4 विधानसभा भारतीय जनता पार्टी की झोली में आई। ये बताता है कि बंगाल के अंदर आने वाले दिनों में भारतीय जनता पार्टी पूरे बंगाल के अंदर अपना वर्चस्व स्थापित करने वाली है। मित्रों, ये जो विपक्ष का पराजय है, ये विपक्ष का जो पराजय है और भारतीय जनता पार्टी का प्रचंड विजय है, वो विजय टुकड़े टुकड़े गैंग की विचारधारा के खिलाफ, टुकड़े टुकड़े गैंग की विचारधारा लेकर चलने वाले पार्टियों के खिलाफ नरेंद्र मोदी जी की सबका साथ सबका विकास की विचारधारा का विजय है। ये विजय टुकड़ा टुकड़ा गैंग की विचारधारा के खिलाफ शुद्ध राष्ट्रवाद के विजय का ये विजय प्रतीक है। मित्रों, जब 3 राज्यों के चुनाव हुए, राजस्थान, मध्य प्रदेश और छत्तीसगढ़, उस वक्त कार्यकारिणी में मैंने कार्यकर्ता को कहा था कि कांग्रेस जीती जरूर है, हम हारे नहीं हैं। और आज मैं सभी 3 राज्यों के कार्यकर्ता को बधाई देना चाहता हूं। 65 में से 63 सीटें भारतीय जनता पार्टी जीती है। मित्रों, भारतीय जनता पार्टी जीती है। मित्रों, भारतीय जनता पार्टी के नेता श्री नरेंद्र मोदी जी ने 5 साल तक देश का गौरव बढ़ाने का काम किया है, जिसके देश की जनता 70 साल से राह देख रही है। नरेंद्र मोदी जी ने 8 करोड़ गरीबों के लिए उनका जीवन स्तर उठाने का काम किया है, जिसका देश की गरीब जनता 70 साल से राह देख रही है। चाहे शहर हो, गांव हो, नदी हो, रोड हो, रेल हो, हर जगह पे इंफ्रास्ट्रक्चर को बढ़ाने का काम किया है, जिसका देश की जनता 70 साल से राह देख रही थी। आज देश की जनता ने मोदी जी की सरकार की उपलब्धियों को, मोदी जी की नीतियों को आज मन खोलकर आशीर्वाद दिया है और उसके सामने
उसके सामने विपक्ष जो नकारात्मक एजेंडा लेकर चला, मोदी हटाओ का नारा लेकर चला, अनर्गल आरोप मोदी जी पर लगाता रहा और भारत की जमीन से जुड़ी हुई, न जुड़ी हुई, कटी हुई विचारधारा लेकर अपप्रचार ബി ജെ പി ആസ്ഥാനത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ബി ജെ പി ദേശീയ ആസ്ഥാനത്ത് ദേശീയ അധ്യക്ഷൻ അമിത് ഷാ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തന്നെ പ്രവർത്തകരെ കണ്ട് സംസാരിക്കും. പ്രധാനമന്ത്രിയുടെ സബ്കെ സാത്ത് സബ്കെ വികാസ്, എല്ലാവർക്കൊപ്പം എല്ലാവരുടെയും വികസനം എന്ന പ്രധാനമന്ത്രിയുടെ മുദ്രാവാക്യത്തിന് അദ്ദേഹത്തിന്റെ സമീപനത്തിന് കിട്ടിയ വലിയ വിജയമാണ് ഇന്ത്യയിലെ ജനവിധിയിൽ പ്രതിഫലിച്ചതെന്നാണ് അമിത് ഷാ, ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ പറഞ്ഞത്. അമിത് ഷാ പാർട്ടി പ്രവർത്തകരോട് നന്ദി പറയുകയാണ്. ഈ വലിയ നേട്ടത്തിന്റെ തിളക്കത്തിൽ നിന്നുകൊണ്ടാണ് അമിത് ഷാ പാർട്ടി പ്രവർത്തകരെ കാണുന്നത്. ബി ജെ പി ദേശീയ ആസ്ഥാനത്ത് ഡൽഹിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. ആ നിമിഷങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിച്ചാനയിച്ചാണ് പാർട്ടി ആസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. ബി ജെ പിയുടെ പുതുതായി പണി കഴിപ്പിക്കപ്പെട്ട ആസ്ഥാന മന്ദിരത്തിൽ വലിയ വിജയാഹ്ലാദ പ്രകടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പാർട്ടി ആസ്ഥാനത്തേക്ക് സ്വീകരിച്ചത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അപ്പോഴേക്കും നമുക്ക് ആ തത്സമയ ദൃശ്യങ്ങളിലേക്ക് മടങ്ങി വരാം. ഇനി നമ്മൾ പോകുന്നത് കേരളത്തിലെ ജനവിധിയിലേക്കാണ്. കേരളത്തിൽ പ്രകടമായി കണ്ടത് UDFന്റെ തരംഗമാണ്. ഒരു ക്ലീൻ UDF സ്വീപ്പാണ് കേരളത്തിൽ കണ്ടത്. ഒരുപക്ഷെ ഇടതുപക്ഷ ക്യാമ്പുകളെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിച്ചിരിക്കുന്ന ഒരു ജനവിധിയാണ് കേരളത്തിൽ ഉണ്ടായത്. പ്രത്യേകിച്ചും ആറ്റിങ്ങൽ പോലെ, പാലക്കാട് പോലെ, ആലത്തൂർ പോലെ ഉറച്ച ഇടതുപക്ഷ കോട്ടയെന്ന് കരുതപ്പെട്ട മണ്ഡലങ്ങളിൽ പോലും ഇടതു മുന്നണിക്ക് കാലിടറുന്ന സാഹചര്യമുണ്ടായി. 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 19 ഇടങ്ങളിൽ UDFന് മിന്നുന്ന വിജയം അല്ലെങ്കിൽ മികച്ച മുന്നേറ്റം നടത്താൻ കഴിയുകയും ഒരിടത്ത്, അതായത് ആലപ്പുഴയിൽ AM ആരിഫ് മാത്രമാണ് ഇടതു മുന്നണിക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു സീറ്റ് അവശേഷിപ്പിച്ചിരിക്കുന്നത്. ഇത്തവണ അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന BJPയുടെ പ്രതീക്ഷയ്ക്ക് അടിയേറ്റിരിക്കുന്നു. തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരൻ 2ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു. പത്തനംതിട്ടയിൽ K സുധാകരൻ 3ാം സ്ഥാനത്തുമാണ്. എന്താണ് കേരളത്തിലെ ജനവിധി നമ്മളോട് പറയുന്നത്? എന്താണ് ഇപ്പോഴത്തെ അതിൻ്റെ സ്റ്റേറ്റസ്? എസ് വിജയകുമാർ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. വിജയകുമാർ, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രം എന്താണ് സമഗ്രമായി? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഗോപി, കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം സമഗ്രമായി നമ്മൾ പരിശോധിച്ചാൽ ഗോപി പറഞ്ഞതുപോലെ 19-1 എന്ന നിലയിൽ തന്നെ തുടരുന്നു. ആലപ്പുഴയിൽ മാത്രമാണ് ഇടതുമുന്നണിയുടെ മുന്നേറ്റം പ്രകടമാകുന്നത്. ബാക്കി എല്ലായിടത്തും UDFന്റെ സമ്പൂർണ്ണ ആധിപത്യം എന്ന് പറഞ്ഞാൽ 1 ലക്ഷത്തിലധികം വോട്ടുകളിൽ ജയിച്ച ആളുകളുടെ സ്ഥാനാർത്ഥികളുടെ എണ്ണം 10-ലധികമാണ്. ആ നിലയിൽ സമ്പൂർണ്ണ ആധിപത്യം, ഒരു ക്ലീൻ സ്വീപ്പാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ UDFന്റെ തേരോട്ടത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ രസകരമായ ചില വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ഗോപിയുമായി പങ്കുവയ്ക്കുന്നുണ്ട്. ഒന്ന്, ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ കേരളത്തിൽ എന്തു സംഭവിക്കും? ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ UDFന് എത്ര സീറ്റ് കിട്ടും? നമ്മൾ നടത്തിയ പരിശോധനയിൽ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ കേരളത്തിൽ UDFന് 120-ലേറെ സീറ്റുകൾ ലഭിക്കും. അതായത് 120-ലേറെ സീറ്റുകളോടെ UDFന് അധികാരത്തിലേക്ക് തിരികെ വരാൻ പറ്റുന്ന രാഷ്ട്രീയ കാലാവസ്ഥ കേരളത്തിൽ സംജാതമായിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എന്നതാണ് നമ്മളുടെ പരിശോധനയിൽ വ്യക്തമായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇടതുമുന്നണി ഒരു 20 സീറ്റിലേക്കോ 15 സീറ്റിലേക്കോ താണുപോയേക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നാൽ ഇടതുമുന്നണിക്ക് ഒരു 15-നും 20-നും ഇടയിൽ സീറ്റ് മാത്രമേ ലഭിക്കൂ. NDA നിയമം നിലനിർത്തുക മാത്രമേ ചെയ്യൂ. അതിനപ്പുറത്തേക്ക് ഒരു മുന്നേറ്റവും ഉണ്ടാക്കാൻ അവർക്ക് കഴിയില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൗതുകമുള്ള രാഷ്ട്രീയ ചിത്രം. 19-1 എന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രത്തോടൊപ്പം നമുക്ക് ചേർത്ത് വയ്ക്കാവുന്നതാണ് UDF ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ 120-ലേറെ നിയമസഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെടും. ഇടതുമുന്നണിയുടെ സീറ്റ് നില 20-ൽ താഴെയായി പോകും. നിയമം മാത്രം BJP നിലനിർത്തുകയും ചെയ്യും. അതിനപ്പുറത്തേക്ക് ഹർഷൻ, വിജയകുമാർ അവതരിപ്പിച്ച ഈ രസകരമായ കണക്ക് കണ്ടല്ലോ. അതായത് ഇപ്പോഴൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുകയാണെങ്കിൽ ഇടതുമുന്നണിയുടെ നില ഈ വോട്ട് പാറ്റേണിന്റെ അടിസ്ഥാനത്തിൽ പരുങ്ങലിലാകുന്നത് എങ്ങനെയെന്നാണ് വിജയകുമാർ പറഞ്ഞത്. ഇടതുമുന്നണിക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പ്രഹരം, തിരിച്ചടി, ഇത് രാഷ്ട്രീയമായി ഇടതുമുന്നണിയുടെ ഒരു പരാജയമല്ലേ? NDAക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞില്ല എന്ന ആശ്വാസം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഇടതുമുന്നണിയെ സംബന്ധിച്ച അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടിയല്ലേ കേരളത്തിൽ വോട്ടർമാർക്ക് നൽകിയിരിക്കുന്നത്?
അത് അത്രത്തോളം അപ്രതീക്ഷിതമാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം പല ഘടകങ്ങൾ ഇവിടെ ഇടതുമുന്നണിക്കെതിരായിരുന്നു. അത് ഇടതുമുന്നണി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ പരാജയം ഇത്ര കനത്തതായിരിക്കുമെന്ന് തുറന്നു പറഞ്ഞില്ലെങ്കിൽ കൂടി ഒരു സീറ്റാണോ ഹർഷൻ ഇടതുമുന്നണി കേരളത്തിൽ പ്രതീക്ഷിച്ചത്? അല്ലല്ല, തീർച്ചയായും അല്ല. ഒരു 3 ഞാൻ വരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJP ദേശീയ ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് വീണ്ടും. आज स्वयं मेघराजा भी इस विजयोत्सव में शरीक होने के लिए हमारे बीच है। (2019) लोकसभा का जनादेश हम सब देशवासियों के पास नए भारत के लिए जनादेश लेने के लिए गए थे। आज हम देख रहे हैं देश की कोटि कोटि नागरिकों ने इस फकीर की झोली को भर दिया। मैं भारत के 130 करोड़ नागरिकों का सर झुका करके नमन करता हूं। लोकतांत्रिक विश्व में 2019 का ये जो मतदान का सिर्फ आंकड़ा है, ये अपने आप में लोकतांत्रिक विश्व के इतिहास की सबसे बड़ी घटना है। पूरे विश्व की यह सबसे बड़ी घटना है। देश आजाद हुआ, इतने लोकसभा के चुनाव हुए, लेकिन आजादी के बाद इतने चुनाव होने के बाद सबसे अधिक मतदान इस चुनाव में हुआ है, और वो भी 40-42 डिग्री गर्मी के बीच में। ये अपने आप में भारत के मतदाताओं की जागरूकता, लोकतंत्र के प्रति भारत की प्रतिबद्धता, पूरे विश्व को इस बात को रजिस्टर करना होगा, पूरे विश्व को भारत की लोकतांत्रिक शक्ति को पहचानना होगा। इस अवसर पर मैं इस लोकतंत्र के उत्सव में लोकतंत्र के खातिर जिन जिन लोगों ने बलिदान दिया है, जो लोग घायल हुए हैं, उनके परिवारजनों के प्रति मेरी संवेदना प्रकट करता हूं।
और लोकतंत्र के इतिहास में लोकतंत्र के लिए मरना ये मिसाल आने वाली पीढ़ियों को प्रेरणा देती रहेगी। मैं चुनाव आयोग को सुरक्षा बलों को इस लोकतंत्र उत्सव की व्यवस्था को संभालने वाले हर किसी को उत्तम तरीके से लोकतंत्र में विश्वास बढ़ाने वाली व्यवस्था देने के लिए बहुत ही उत्तम तरीके से चुनाव प्रक्रियाओं को संपन्न कराने के लिए हृदयपूर्वक बहुत बहुत बधाई देता हूं। साथियों, जब महाभारत का युद्ध समाप्त हुआ तब श्री कृष्ण से पूछा गया कि आप किसके पक्ष में थे। मैं समझता हूं उस समय महाभारत के काल में भगवान श्री कृष्ण ने जो जवाब दिया था वो आज 21वीं सदी में 2019 के इस चुनाव में हिंदुस्तान के 130 करोड़ नागरिकों ने, जनता जनार्दन ने श्री कृष्ण के रूप में जवाब दिया है। और श्री कृष्ण ने जवाब दिया था कि मैं किसी के पक्ष में नहीं था, मैं तो सिर्फ हस्तिनापुर के लिए, हस्तिनापुर के पक्ष में खड़ा था। आज 130 करोड़ नागरिक श्री कृष्ण के रूप में भारत के लिए खड़े थे, भारत के लिए मतदान किया और इसलिए देश के सामान्य नागरिक की भावना भारत के उज्जवल भविष्य की गारंटी है। इस चुनाव में मैं पहले दिन से कह रहा था, ये चुनाव कोई दल नहीं लड़ रहा है, कोई उम्मीदवार नहीं लड़ रहा है, कोई नेता नहीं लड़ रहा है, ये चुनाव देश की जनता लड़ रही है। जिनके आंख कान बंद थे उनके लिए मेरी बात समझना मुश्किल था, लेकिन आज मेरी वो भावना को जनता जनार्दन ने प्रकट कर दिया है और इसलिए अगर कोई विजयी हुआ है तो हिंदुस्तान विजयी हुआ है, अगर कोई विजयी हुआ है तो लोकतंत्र विजयी हुआ है, अगर कोई विजयी हुआ है तो जनता जनार्दन विजयी हुई है। और इसलिए हम सभी भारतीय जनता पार्टी के कार्यकर्ता, हम सभी एनडीए के साथी नम्रता पूर्वक इस विजय को जनता जनार्दन के चरणों में समर्पित करते हैं।
इस लोकसभा के चुनाव में जो विजयी हुए हैं उन सभी विजेताओं को मैं हृदयपूर्वक बहुत बहुत बधाई देता हूं और सभी विजयी किसी भी दल से जीत करके आए हो, किसी भी पार्श्वभूमि से आए हो, लेकिन देश के उज्जवल भविष्य के लिए प्रतिबद्धता के साथ कंधे से कंधा मिला करके भारत के उज्जवल भविष्य के लिए विजयी सभी प्रतिनिधि आने वाले दिनों में देश की सेवा करेंगे। इस विश्वास के साथ मैं उन सबको शुभकामनाएं देता हूं। चार राज्यों में भी चुनाव थे, उड़ीसा, आंध्र, सिक्किम, अरुणाचल। उन विधानसभाओं में जो प्रतिनिधि चुन करके आए हैं, उन राज्यों की जनता ने जिन सरकारों को चुना है, उनको भी मैं बहुत बहुत अभिनंदन करता हूं और मैं उनसे भी सरकारों को विश्वास दिलाता हूं कि भारतीय जनता पार्टी भारत के संविधान को समर्पित है, भारत के संविधान प्रति समर्पित है और फेडरलिज्म पर समर्पित है और इसलिए इन चीजों को विजय प्राप्त करने वाले लोगों को मैं विश्वास दिलाता हूं कि केंद्र सरकार उन राज्यों की विकास यात्रा में पूरी तरह कंधे से कंधा मिला करके उनके साथ चलेगी। जैसा हमारे अध्यक्ष जी ने कहा कि भारतीय जनता पार्टी की करोड़ों कार्यकर्ता, उनके परिश्रम, उनका पुरुषार्थ, इतना गर्व होता है कि जिस दल में हम हैं, उस दल में ऐसे दिलदार लोग हैं। कोटि कोटि कार्यकर्ता सिर्फ एक ही भाव, भारत माता की जय, और कुछ नहीं। वे कार्यकर्ता, वे भारतीय जनता पार्टी परिवार का प्रत्येक साथी कोटि कोटि अभिनंदन का अधिकारी है, जिसने निस्वार्थ भाव से लोकतंत्र का झंडा ऊंचा रखते हुए देश के सामान्य मानवी की आशा आकांक्षाओं की पूर्ति के लिए जी जान से, लोकतांत्रिक तरीके से इस पूरे लोकशाही के उत्सव में शरीक होकर के उसकी आन बान शान बढ़ाने में यशस्वी भूमिका निभाई है। भारतीय जनता पार्टी की विशेषता है और विशेषता यह है कि हम कभी दो भी हो गए, हम कभी दो भी हो गए, लेकिन हम कभी अपने मार्ग से विचलित नहीं हुए।
आदर्शों को ओझल नहीं होने दिया, न रुके, न थके, न झुके। कभी हम दो हो गए तो भी, और आज दोबारा आ गए। दो से दोबारा आने तक इस यात्रा में अनेक उतार चढ़ाव आए हैं। दो थे तब भी निराश नहीं हुए, दोबारा आए तो भी न हमारी नम्रता छोड़ेंगे, न हमारा विवेक छोड़ेंगे, न हमारे आदर्शों को छोड़ेंगे, न हमारे संस्कार को छोड़ेंगे। साथियों, अभी हमारे अध्यक्ष जी चुनाव नतीजों की कुछ हाइलाइट्स बता रहे थे। मैं स्वयं आज काफी व्यस्त था, उसके कारण चुनाव नतीजों पर मेरा ध्यान नहीं था और इसलिए मुझे पूरी जानकारी भी नहीं है कि कहां क्या हुआ, कैसे हुआ। लेकिन अध्यक्ष जी ने जो विस्तार से बताया, मैं आज रात के बाद समय निकाल करके देखूंगा कि आज दिन भर क्या क्या हुआ है। लेकिन जो अध्यक्ष जी ने बताया, ये अपने आप में हिंदुस्तान के पॉलिटिकल पंडितों को उनकी सारी 20वीं सदी की सोच को छोड़ना पड़ेगा। 21वीं सदी है, ये नया भारत है। ये चुनाव का विजय, कोई कहता है मोदी मोदी मोदी, ये मोदी का विजय नहीं है। ये देश में ईमानदारी के लिए तड़पते हुए नागरिक की आशा आकांक्षाओं का विजय है। 21वीं सदी के सपनों को लेकर के चल पड़े नौजवान का विजय है। ये विजय आत्मसम्मान, आत्मगौरव के साथ एक शौचालय के लिए तड़पती हुई उस मां का विजय है। ये विजय उस बीमार व्यक्ति का है जो 4-4, 5-5 साल से पैसों के अभाव में उपचार नहीं करवा पा रहा था, जिसका आज उपचार हो पाया, उसके आशीर्वाद की विजय है। ये विजय देश के उन किसानों की है कि जो पसीना बहा करके राष्ट्र के पेट भरने के लिए अपने पेट को भी परेशान करते रहता है और खुद जहमत उठाता रहता है। ये उसकी विजय है। ये उन 40 करोड़ असंगठित मजदूरों की विजय है जिनको पहली बार लेफ्ट के लोगों ने विचार बहुत रखे होंगे, लेकिन इस देश में एक ऐसी सरकार जिस पर लेफ्ट का लेबल तो नहीं है, लेकिन 40 करोड़ लोगों के लिए, असंगठित कामदारों के लिए पेंशन योजना लागू करके उनको सम्मान जीवन देने का काम किया है। ये उनका
ये उनका विजय है। उन बेघर जिंदगी गुजारते गुजारते आज पक्के घर में रहने गए हैं, उनका विजय है। और जिनका 2022 तक पक्का घर बनना तय है, उनका विजय है। भाइयों बहनों, ये विजय उन मध्यम वर्ग के परिवार का है कि जो कानून नियमों का पालन करता रहा, जो देश की भलाई के लिए टैक्स देता रहा, लेकिन न उसे कभी सम्मान मिला और न ही कभी उसको भरोसा हुआ कि जो टैक्स देता है वो सचमुच में देश के काम आता है क्या। 5 साल में उसने अनुभव किया कि जो दे रहा है वो सही जगह पे जा रहा है, सही काम आ रहा है। उस मध्यम वर्ग के मन को जो संतोष हुआ है, वो संतोष इस चुनाव नतीजों में नजर आ रहा है। ईमानदारी को जो ताकत मिली है, उस ताकत को इस चुनाव ने एक नई स्वीकृति दी है। और इस प्रकार से जो बदलाव आया है, उस बदलाव ने ये परिवर्तन लाया है। भाइयों बहनों, हमारे देश में ये चुनाव ऐसा हुआ, वरना आपने देखा होगा 30 साल तक लगातार देश में, विशेष रूप से, वैसे ये ड्रामेबाजी तो लंबे समय से चल रही थी, एक ऐसा प्रिंटआउट, एक ऐसा टैग फैशन हो गई थी। कुछ भी करो उसको लगा लो, आपके गंगा स्नान करने जितना पुण्य मिल जाता था। उस टैग का नाम था, और पूरी तरह नकली, उस टैग का नाम था सेक्युलरिज्म। और नारे लगते थे, सेक्युलर एक हो जाओ, सेक्युलर एक हो जाओ। आपने देखा होगा 2014 से 19 आते आते उस पूरी जमात ने बोलना ही बंद कर दिया। इस चुनाव में एक भी राजनीतिक दल सेक्युलरिज्म का ये नकाब पहन करके देश को गुमराह करने की हिम्मत नहीं कर पाया है। ये बेनकाब हो गए। दूसरा, हिंदुस्तान में कोई चुनाव ऐसा नहीं गया जिसके केंद्र बिंदु में महंगाई न रही हो। ये चुनाव ऐसा है जहां महंगाई, एक भी विरोधी दल ने आरोप नहीं लगाया। ये चुनाव ऐसा है कि जिसमें हिंदुस्तान के पिछले कोई भी चुनाव उठा लीजिए, सब चुनाव भ्रष्टाचार के मुद्दे से रंगे गए थे। भ्रष्टाचार के मुद्दों पर चुनाव लड़े गए थे, भ्रष्टाचार के मुद्दे पर जवाब देने पड़े थे। ये पहला चुनाव था जिसमें इस देश का कोई राजनीतिक दल 5 साल के शासन पर भ्रष्टाचार का एक आरोप नहीं लगा पाया, चुनाव का एक मुद्दा नहीं। भारत के लोकतंत्र में ये 3 चीजें कांस्टेंट रही है, इस चुनाव में मिसिंग थी। और इसलिए पॉलिटिकल पंडितों को समझ नहीं आ रहा था किस तराजू से चीजों को तोला जाए। भाइयों बहनों, इस चुनाव ने 21वीं सदी के एक मजबूत नींव हमारे सामाजिक, सार्वजनिक, राजनीतिक जीवन के लिए निर्मित की है। और मैं चाहूंगा कि जो देश का उज्जवल भविष्य चाहते हैं, सरकार कौन बने, किसकी बने, कौन आए, कौन जाए, वो तो जनता तय करती रहेगी। लेकिन भारत के उज्जवल भविष्य के लिए,
देश की एकता और अखंडता के लिए। अब भारत की जनता ने इस चुनाव में एक नया नैरेटिव देश के सामने रख दिया है। सारे समाजशास्त्रियों को अपनी पुरानी सोच पर पुनर्विचार करने के लिए देश के गरीब से गरीब व्यक्ति ने मजबूर कर दिया है। और वो क्या है? अब इस देश में सिर्फ 2 जाति बचेगी, 2 जाति ही रहने वाली है और देश इन 2 जाति पर ही केंद्रित होने वाला है। ये जाति के नाम पर खेल खेलने वाले लोगों को ये बहुत बड़ा प्रहार इस चुनाव में हुआ है। और 2 जाति है, कौन सी? अब 21वीं सदी में भारत में एक जाति है गरीब। भारत की एक जाति है गरीब और दूसरी जाति है देश को गरीबी से मुक्त कराने के लिए कुछ न कुछ अपना योगदान देने वालों की। एक वो है जो गरीबी से बाहर आना चाहते हैं, दूसरे वो है जो देश को गरीबी से मुक्त कराना चाहते हैं। ये 2 ही जाति है और इसलिए हमें 21वीं सदी में इन दोनों को सशक्त करना है। जो गरीबी से बाहर जिसको लाना है उसको भी सशक्त करना है और गरीबी से बाहर लाने में जो बढ़ चढ़ करके मदद कर रहा है उसको भी ताकतवर बनाना है। ये 2 शक्तियां इस देश पर गरीबी के कलंक को मिटा सकती है। इस सपने को लेकर के हमें चलना है। दोस्तों, ये चुनाव इसलिए महत्वपूर्ण है कि इसी कालखंड में ये 2019 से 2024 ये 5 साल का कार्यकाल और इतना प्रचंड जनमत, प्रचंड मैंडेट बहुत बड़ी घटना है। ഡൽഹിയിൽ BJP ആസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJP നേടിയ തിളക്കമാർന്ന വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്. ജനാധിപത്യത്തിന്റെ വലിയ വിജയമാണ് ഈ ഉണ്ടായിട്ടുള്ളത് എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. അദ്ദേഹം തന്നെ വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവന്ന ജനങ്ങളോട് അദ്ദേഹം നന്ദി പറഞ്ഞു. ഓരോരോ വിഷയങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏറെക്കുറെ ദീർഘമായ ഒരു പ്രസംഗത്തിന് തയ്യാറെടുത്താണ് അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ വളരെ ചെറിയൊരു ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം BJP ദേശീയ ആസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് വളരെ വേഗം. We'll be back after the commercial.